ഹലോ. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ. അതെ, നമ്മളെ പഠിപ്പിച്ചതും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതായ ടീച്ചർമാർക്കും എല്ലാവിധ ആശംസകളും. സർവേശ്വരൻ അവർക്ക് എല്ലാവിധ നന്മകളും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ അങ്ങ് ഡിഗ്രി ഒക്കെ വരെ പഠിച്ച ടീച്ചേഴ്സിനെയൊക്കെ നമുക്കൊന്ന് ഓർത്ത് പോകാം. എല്ലാവരും ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കണ്ടാവില്ലേ? അങ്ങനെ ഓർക്കണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻ്റ് ആയിട്ട് ഇട്ടുകൊള്ളുക. അതെ, ഞാൻ LP സ്കൂൾ 1, 2, 3, 4 ക്ലാസ്സുകളിൽ പഠിച്ചത് കോലാനിയിലാണ്. ഞങ്ങളുടെ നിയർ ബൈ സ്ഥലം അതാണ്, കോലാനി ഗവൺമെൻറ് LP സ്കൂളിൽ. അവിടുത്തെ 2 ടീച്ചേഴ്സിനെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു മേരി ടീച്ചറും ഒരു ഫിലോമിന ടീച്ചറും. പിന്നെ കുറച്ചുകൂടെ അപ്പുറം 5, 6, 7 ക്ലാസ്സുകൾ കുറച്ചുകൂടെ അപ്പുറമുള്ള ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചത്. സെൻറ്റ് ജോസഫ് UP സ്കൂൾ ചുങ്കം. അപ്പോൾ ചുങ്കം സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മലയാളം പഠിപ്പിച്ച ഒരു മേരി ടീച്ചർ, മാത്സ് പഠിപ്പിച്ച ഒരു ആലീസ് ടീച്ചർ, പിന്നെ ഒരു ജോൺസൺ സാറ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, പിന്നെ ഒരു ആനിമിസ്, അങ്ങനെ കുറച്ച് പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 8, 9, 10 ക്ലാസ്സിൽ പഠിച്ചത് കുറച്ചും കൂടി അപ്പുറം മണക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് NSS എൻ്റെ ഒരു സ്കൂളായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളാണ്. NSS ഹയർ സെക്കൻഡറി സ്കൂൾ മണക്കാടാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേരെ കേട്ടോ. അവരെല്ലാം ഒന്ന് അടിയിൽ കമൻറ്റ് ഇട്ടേരെ. അപ്പോൾ അവിടെ പഠിപ്പിച്ച ഒരു ഗീത ടീച്ചറുണ്ട്, മാത്സ് പഠിപ്പിച്ച. മലയാളം പഠിപ്പിച്ച ഒരു മായ ടീച്ചർ, പിന്നെ ഒരു സോമൻ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന, എൻ്റെ കൂടെയുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു സാറുണ്ടാവും, പ്രസാദ് സാറ്. ഹിന്ദി പഠിപ്പിച്ചതാണ്. നല്ല അടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ചുട്ട അടി മേടിച്ചിട്ടുണ്ട് സാറിൻ്റെ കയ്യിൽ നിന്ന്. സാറിൻ്റെ ക്ലാസ്സിൽ എണീറ്റ് നിൽക്കാത്തവരും നല്ല പഠിപ്പിച്ചിട്ടുകൾ എണീറ്റ് നിന്നിട്ടില്ല. നമ്മളങ്ങനെ ആ കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് നമ്മൾ എണീറ്റ് നിന്നിട്ടുണ്ടാവും. അത്രയും കുറച്ച് പേര്. പിന്നെ ഫിസിക്സ് പഠിപ്പിച്ചൊരു ടീച്ചർ, ഗായത്രി ടീച്ചർ കെമിസ്ട്രി പഠിപ്പിച്ചു. ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ടീച്ചറിൻ്റെ രൂപം, ഫേസ് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഞാൻ മറന്നുപോയി, പേര് മറന്നുപോയി. അപ്പോൾ പിന്നെ +1, +2 പഠിച്ചത് കരിങ്കുന്നത്താണ്, സെൻറ്റ് അഗസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിങ്കുന്നത്ത്. അവിടെ പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു സാറുണ്ട്, ഒരു ജെയ്സൺ സാറ്. ഞങ്ങളിലും പടയൻ സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സാറ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ ആ സാറ്, പിന്നെ ഒരു ബൈജു സാറ്, 2 പേരുണ്ടായിരുന്നു. എക്കണോമിക്സ് പഠിപ്പിക്കാൻ ഒരു ബൈജു സാറ്, പൊക്കമുള്ള ലോങ്ങെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ബൈജു സാറും, ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കാനായിട്ട് പൊക്കം കുറഞ്ഞ ഒരു ബൈജു സാറും ഉണ്ടായിരുന്നു. പിന്നെ മലയാളം പഠിപ്പിച്ചൊരു ടീച്ചറിൻ്റെ രൂപം എൻ്റെ ഇതിലുണ്ട്, പക്ഷെ പേര് ഞാൻ ഓർക്കണില്ല. അങ്ങനെ കുറച്ച് പേര്. പിന്നെ ഡിഗ്രി പഠിച്ച കോപ്പറേറ്റീവ് കോളേജിലാണ്, തൊടുപുഴയാണ്. അവിടെ പഠിപ്പിച്ചൊരു വിജയൻ സാറുണ്ട്, പിന്നെ മേരി ടീച്ചർ, അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. ആ വിജയൻ സാറിനെയാണ് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കുന്നത്. പിന്നെ ഒരു ബിജു സാറുണ്ട്, പിന്നെ ഒരു സിബി സാറ്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ചൊരു സാറുണ്ട്, സിബി സാറ്. അങ്ങനെ കുറച്ച് രഘു സാറ് മരിച്ചുപോയി. കോപ്പറേഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ PG പഠിച്ചത്. ഞാൻ ഇത്രയൊക്കെ പഠിച്ചെന്ന് നിങ്ങൾക്കറിയണം, എൻ്റെ കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഞാൻ മാസ്റ്റേഴ്സൊക്കെ എടുത്താൽ കേട്ടോ. PG പഠിപ്പിക്കാൻ നേരം നമ്മുടെ കുറച്ച് സാറുമാരുടെ പേര് പെട്ടെന്ന് ഒരു ബിജു സാർ, ഈ സെയിം കോളേജ് തന്നെ ആയതുകൊണ്ട് ബിജു സാറ് പഠിപ്പിച്ചു, ബെന്നി സാറ് പഠിപ്പിച്ചു. പിന്നെ ടീച്ചറിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. അപ്പോൾ എന്തായാലും എല്ലാ ടീച്ചേഴ്സിനെയും വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അന്ന് നമുക്ക് ടീച്ചേഴ്സ് ഓരോ ക്ലാസ് വരുമ്പോൾ അയ്യോ ഇന്ന ആളുടെ ക്ലാസ് എന്ന് ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നു. അയ്യോ ഈ ക്ലാസ് ആണോ, അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സാറിൻ്റെ ക്ലാസ് അതെനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ആ ക്ലാസ്സുകളിൽ ഒന്നുകൂടെ പോയി ഇരുന്നെങ്കിൽ അതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്നോർക്കുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാർ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാ ടീച്ചേഴ്സിനും ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേ ആശംസകൾ.